മാർഗം. പക്ഷെ അത് ഇസ്ലാമിന്റെ മാർഗം എന്നല്ല പറഞ്ഞത് അൻഅംത, നീ നിഅമത്ത് ചെയ്ത, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. ആരെയാണ് അല്ലാഹു അനുഗ്രഹിച്ചത്? സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. മിനൻ നബിയ്യീന പ്രവാചകന്മാർ, വസ്സുദ്ദീഖീന സത്യസന്ധന്മാർ, വശുഹദാഇ രക്തസാക്ഷികൾ. അതേപോലെ മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, സ്വാലിഹീങ്ങൾ പ്രവാചകന്മാരെ നമുക്കറിയാം, അതുപോലെ സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ. നാലാമതായി പറഞ്ഞത് സ്വാലിഹീങ്ങളാണ്. അവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ എന്നാണ്. ആരാണ് ഈ സ്വാലിഹ്? ആരാണ് സ്വാലിഹ്? കണ്ടെത്തണം നമ്മൾ. കാരണം 17 തവണ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, സ്വാലിഹീങ്ങളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. അതിനു മുമ്പ് തിരിയണ്ടേ, മനസ്സിലാവണ്ടേ ആരാണ് സ്വാലിഹ് എന്നോ. ഒരാളെ കണ്ടാൽ പറയാൻ കഴിയോ സ്വാലിഹാണെന്നോ? താടിയുടെ നീളം നോക്കിയിട്ട് പറയാൻ കഴിയുമോ സ്വാലിഹാണെന്നോ? തലപ്പാവിന്റെ വണ്ണം നോക്കിയിട്ട് പറയാൻ കഴിയുമോ സ്വാലിഹാണെന്നോ? ധരിച്ച വസ്ത്രത്തിന്റെ വെണ്മ നോക്കിയിട്ട് പറയാൻ കഴിയുമോ സ്വാലിഹാണെന്നോ? ഇല്ല, ഇല്ല. പക്ഷേ ഒരാൾ ഈ ലോകത്തോട് വിട പറയുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് വിട പറഞ്ഞാൽ ആ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പറയാം അയാൾ സ്വാലിഹായിരുന്നു എന്നോ. അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് സ്വാലിഹോ? ആരൊക്കെയാണ് ദിക്ർ ചൊല്ലിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞത്? മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ, മഹാനായ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ്. അങ്ങനെ എണ്ണിക്കോ സമസ്തയുടെ മഹത്തുക്കളായ ആലിമീങ്ങൾ. അവസാനമായി ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ ശൈഖുനാ മാണിയൂർ ഉസ്താദുകൾ. എല്ലാവരുടെയും ജീവിതത്തിന്റെ അവസാന മുഹൂർത്തങ്ങൾ പരിശോധിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് 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 എന്ന് ചൊല്ലിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ ആ മഹത്തുക്കളായ പണ്ഡിതന്മാർക്ക് സാധ്യമായിട്ടുണ്ട്. അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പറയാം അവര് സ്വാലിഹാണ്, അവര് സ്വാലിഹാണ്. അവരുടെ മാർഗത്തിലേക്ക് ഞങ്ങൾ നീ ചേർക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട